Welcome back, my dear children. In the previous class, we discussed about peculiarities of image formed in a plane mirror. Today, we are going to discuss about images of different types. Is the image formed in a plane mirror same as one in a steel ladle? അതായത് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു ലാഡിൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന തവിയില്ലേ, അത് യൂസ് ചെയ്തും കൊണ്ട് നമ്മുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡും ബാക്ക് സൈഡ് കൊണ്ടും ഫ്രണ്ട് സൈഡ് കൊണ്ടും നമ്മുടെ ഫേസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ഡിഫറൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അപ്പോൾ വെൻ വി ലുക്ക് ഓൺ ദ ഫ്രണ്ട് സൈഡ് ഇമേജ് സീംസ് ടു ബി സ്മോൾ. നമ്മൾ ഫ്രണ്ട് സൈഡിലാണ് നോക്കുക, അതിൻ്റെ തവിയുടെ ലാഡിലിൻ്റെ സ്റ്റീൽ ലാഡിലിൻ്റെ ഫ്രണ്ട് സൈഡ് യൂസ് ചെയ്തിട്ടാണ് നോക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും? ഇമേജ് സീംസ് ടു ബി സ്മോൾ. വെൻ വി ലുക്ക് ഓൺ ദ ബാക്ക് സൈഡ് ഇമേജ് സീംസ് ടു ബി ലാർജ്. നമ്മൾ ബാക്ക് സൈഡ് ഉപയോഗിച്ചാണ് അത് നോക്കുന്നതെങ്കിൽ ആ ഇമേജ് എന്തായിരിക്കും? ലാർജ് ആയിരിക്കും. അപ്പോൾ ഇമേജ് ഓഫ് അവർ ഫേസ് സീംസ് ടു ബി ഡിഫറെൻറ്റ്. ഓരോ ബാക്ക് സൈഡിലൂടെയും ഫ്രണ്ട് സൈഡിലൂടെയും നോക്കുമ്പോൾ നമ്മുടെ ഫേസിൻ്റെ ഇമേജ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. The next topic, spherical mirrors. Cut off a small portion from a plastic ball shown in figure. When it is cut, the inner portion behaves as concave mirror. The outer portion behaves as convex mirror. എന്താണ് കോൺകേവ് മിററും കോൺവെക്സ് മിററും? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം എന്താണ് കോൺകേവ് മിറർ? വെൻ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്. റിഫ്ലക്റ്റ് ചെയ്യുന്ന സർഫസ് എന്ത് ചെയ്യണം? ഇൻവേർഡ് ആണെങ്കിൽ, ഉള്ളിലേക്കാണ് ഇതായി ഇരിക്കുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺകേവ് മിറർ. അപ്പം അതിൻ്റെ പെക്യുലാരിറ്റി ആണ് വെൻ ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. Then next one, convex mirror. Reflecting surface is curved outward. പുറത്തേക്ക് തള്ളി നിൽക്കുന്നതാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺവെക്സ് മിറർ എന്ന് പറയുന്നത്. പ്ലെയിൻ മിറർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതാണ്. എന്താ പ്ലെയിൻ മിററിൻ്റെ പെക്യുലാരിറ്റി എന്താ? ദ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് പ്ലെയിൻ. അപ്പോൾ 3 തരം മിറേഴ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് കോൺകേവ് മിറർ. അപ്പോൾ റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. ദെൻ കോൺവെക്സ് മിറർ. റിഫ്ലക്റ്റിംഗ് സർഫസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ളതായതുകൊണ്ട് നമ്മളിതിനെ എന്ത് പറയും? സ്ഫെറിക്കൽ മിറേഴ്സ് എന്നും കൂടെ. കോൺവെക്സ് മിററിനെയും കോൺകേവ് മിറേഴ്സിനെയും നമ്മൾ എന്ത് പറയുന്നു? സ്ഫെറിക്കൽ മിറേഴ്സ് എന്നും കൂടെ അറിയപ്പെടുന്നു. Spherical mirrors. Mirrors are parts of spheres. They are called spherical mirrors. അപ്പോൾ നമ്മൾ ബോൾ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇന്നർ പോർഷൻ നമ്മൾ എന്താ ബിഹേവ്സ് ആസ് കോൺകേവ് മിറർ ആവാം. ഔട്ടർ പോർഷൻ ഏകദേശം എങ്ങനെ ഇരിക്കും? കോൺവെക്സ് മിറർ പോലെയാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, ഫോർമേഷൻ ഓഫ് ഇമേജ്. ഒരു ഇമേജ് എങ്ങനെയാണ് ഫോർമേഷൻ, ഇമേജിൻ്റെ ഫോർമേഷനാണ് ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗം. അപ്പോൾ 2 തരം ഇമേജുകളാണുള്ളത്. ഫസ്റ്റ് വൺ റിയൽ ഇമേജ് ആൻഡ് സെക്കൻഡ് വൺ വെർച്വൽ ഇമേജ്. എന്താണ് റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് റിയൽ ഇമേജ്. ഒരു സ്ക്രീനിൽ നമുക്ക് പതിപ്പിക്കാൻ പറ്റാവുന്ന ഇമേജ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയൽ ഇമേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ വെർച്വൽ ഇമേജ്. വെർച്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് കനോട്ട് ബി കോട്ട് ഓൺ എ സ്ക്രീൻ. നമുക്ക് സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റാത്ത ഇമേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വെർച്വൽ ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമേജസ് ആർ 2 types, real image and virtual image. The image which can be caught on a screen is called real image. The image cannot be caught on a screen is called virtual image. Peculiarities of image found in different mirrors. Different mirrors യൂസ് ചെയ്യുമ്പോൾ ഓരോ ഇമേജിനും ഉണ്ടാവുന്ന പെക്യുലാരിറ്റീസ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തൊക്കെ പെക്യുലാരിറ്റി? നമ്മൾ പറഞ്ഞ 3 മിറേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? ഏതൊക്കെയായിരുന്നു 3 മിറേഴ്സ്? കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, പ്ലെയിൻ മിറർ.
കോൺകേവ് മിറർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇമേജസിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റിയൽ. ഇൻവേർട്ടഡ്. ഇൻവേർട്ടഡ് മീൻസ് തല കീഴായതായിരിക്കും. ദെൻ എൻലാർജ്ഡ് ഓർ ഡിമിനിഷ്ഡ്. ഡിമിനിഷ്ഡ് മീൻസ് സ്മോൾ സൈസ്. എൻലാർജ് ചെയ്ത സൈസും ആവാൻ ചില സമയത്ത്. ചിലപ്പോൾ അതെന്തായിരിക്കും? ഡിമിനിഷ്ഡ്, വളരെ ചെറുതായിട്ടും നമുക്കതിനെ കാണാം. അപ്പോൾ പെക്യുലാരിറ്റീസ്, കോൺകേവ് മിറേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് ആണ്. ഏതൊക്കെയാണ് പെക്യുലാരിറ്റീസ്? റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ് ഓർ ഡിമിനിഷ്ഡ്. ദെൻ കോൺവെക്സ് മിറർ, ഇതിൻ്റെ ഇമേജിൻ്റെ പെക്യുലാരിറ്റീസ് വെർച്വൽ, ഇറക്റ്റ്. ഇറക്റ്റ് പറഞ്ഞാൽ എന്താ? നേരെ നിൽക്കുന്നത്. ദെൻ ഡിമിനിഷ്ഡ്, വളരെ ചെറിയ ഒരു ഇമേജാണ് നമുക്ക് ഏത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? കോൺവെക്സ് മിറർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ദെൻ പ്ലെയിൻ മിറർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടും? വെർച്വൽ, ഇറക്റ്റ്, സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസുള്ള ഇമേജിനെയാണ് നമുക്ക് ഏത് യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്? പ്ലെയിൻ മിറർ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കോൺകേവ് മിറർ യൂസ് ചെയ്യുമ്പോൾ റിയൽ, ഇൻവേർട്ടഡ്, എൻലാർജ്ഡ് ഓർ ഡിമിനിഷ്ഡ്. ദെൻ കോൺവെക്സ് മിറർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഇമേജിൻ്റെ പെക്യുലാരിറ്റി എന്തൊക്കെയാണ്? വെർച്വൽ ആണ്, ഇറക്റ്റ്, ഡിമിനിഷ്ഡ്. ദെൻ പ്ലെയിൻ മിറർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വെർച്വൽ, ഇറക്റ്റ്, സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജക്റ്റ്. ദെൻ വണ്ടർ വേൾഡ് ഓഫ് മിറേഴ്സ്. നമുക്ക് മിറേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പല അപ്പാരറ്റസും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് അപ്പാരറ്റസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ റോയൽ റോഡ് ഇൻ എ ചോക്ക് ബോസ്. ഫസ്റ്റ് വൺ ആണ് എ റോയൽ റോഡ് ഇൻ എ ചോക്ക് ബോസ്. Fix two plain mirrors on the opposite side of the chalk box with the reflecting surface facing each other. Make a small hole on one side of the chalk box and then scrape off a little of the mercury coating from the mirror on that side. Look inside the box through this hole. Next apparatus ആണ് കെലൈഡോസ്കോപ്പ്. ഇതാണ് കെലൈഡോസ്കോപ്പ് എന്ന് പറയുന്നത്. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള 3 പ്ലെയിൻ മിറേഴ്സ് നമ്മൾ സെല്ലോ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്യാം. റെക്റ്റാങ്കുലർ സെയിം സൈസുള്ള റെക്റ്റാങ്കുലർ ഷേപ്പുള്ള 3 പ്ലെയിൻ മിറേഴ്സാണ് അത്. പിന്നീട് ഇതിൽ നമ്മൾ എന്ത് ഇടുന്നത്? ബാംഗിൾസിൻ്റെ വളകളുടെ പൊട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ എന്തെങ്കിലും നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നല്ല ഭംഗിയിലുള്ള വർണ്ണക്കാഴ്ചകൾ കാണാം. അപ്പം എന്തായിരിക്കും ഇങ്ങനെ വർണ്ണക്കാഴ്ചകളൊക്കെ കാണാനുള്ള കാരണം? ഇവിടെയുള്ള പ്രിൻസിപ്പൾ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ എന്നുള്ളതാണ്. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരുപാട് ഇമേജസ് കാണാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ 2 പ്രാവശ്യം യൂസ് ചെയ്ത അപ്പാരറ്റസിലും അതിൻ്റെ പ്രിൻസിപ്പൾ, വർക്കിംഗ് പ്രിൻസിപ്പൾ എന്തായിരുന്നു? മൾട്ടിപ്പിൾ റിഫ്ലക്ഷനാണ്. ഇനി നെക്സ്റ്റ് വൺ, പെരിസ്കോപ്പ്. പെരിസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നോക്കൂ പിക്ചറിലെ പെരിസ്കോപ്പ്. ഇത് കാർഡ്ബോർഡ് യൂസ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? PVC പൈപ്പ് യൂസ് ചെയ്തുകൊണ്ട് ഇത് ഉണ്ടാക്കാം. ഇതിൽ 2 പ്ലെയിൻ മിറേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്ലെയിൻ മിറേഴ്സ് ആർ അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി. നമ്മൾ ഇതിൽ പ്ലെയിൻ മിറേഴ്സ് അറേഞ്ച് ചെയ്യുന്നത് എത്ര ഡിഗ്രിയിലാണ്? 45 ഡിഗ്രിയിലാണ്. അപ്പോൾ പെരിസ്കോപ്പ് എന്തിനു വേണ്ട നമ്മൾ യൂസ് ചെയ്യുന്നത്? അണ്ടർഗ്രൗണ്ടിൽ നിന്ന് സർഫസിലേക്ക് നോക്കാനൊക്കെയാണ് നമ്മൾ സാധാരണ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ പെരിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഇതിലും വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് ഇതിൻ്റെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പോൾ പ്ലെയിൻ മിറർ ആർ അറേഞ്ച്ഡ് അറ്റ് ആൻ ആംഗിൾ 45 ഡിഗ്രി. എവിടെയൊക്കെയാണ് അതിൻ്റെ മിറേഴ്സ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ലുക്ക് അറ്റ് ദ പിക്ചർ. ഫോർമേഷൻ ഓഫ് ഇമേജിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇമേജിൻ്റെ പെക്യുലാരിറ്റി പഠിച്ചു അല്ലേ? അപ്പോൾ ആ പെക്യുലാരിറ്റി ഒക്കെ പഠിക്കുമ്പോൾ ലുക്ക് അറ്റ് ദ പിക്ചർ.
അപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് എന്തൊക്കെയാണ്? കോൺവെക്സ് മിററും കോൺകേവ് മിററും പ്ലെയിൻ മിററൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇമേജസിൻ്റെ പെക്യുലാരിറ്റി എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഈ പിക്ചറിൽ എന്തൊക്കെയാണ് നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത്? അതിലൊരു ഇമേജ് ഉണ്ട് അല്ലേ? ആ ഇമേജ് എന്താണ്? സ്ക്രീനിൽ കോട്ട് ഓൺ എ സ്ക്രീനാണ്. സ്ക്രീനിൽ പതിപ്പിക്കുന്ന ഒരു ഇമേജിൻ്റെ പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഏത് മിററായിരിക്കും? റിയൽ ഇമേജാണ് അല്ലേ? ഇൻവേർട്ടഡ് ആണ്, റിയൽ ഇമേജാണ്. അപ്പോൾ റിയൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്ന മിറർ ഇവിടെ ഈ കുട്ടി യൂസ് ചെയ്തിരിക്കുന്ന ഈ മിറർ ഏതായിരിക്കും? കോൺകേവ് മിററായിരിക്കും അല്ലേ? അപ്പോൾ ഇതേതാണ്? കോൺകേവ് മിറർ ഉപയോഗിച്ചുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റിയൽ ഇമേജിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഏത്? കോൺകേവ് മിറർ. ലുക്ക് അറ്റ് ദ ടേബിൾ. Uses and peculiarities of different mirrors. First one, convex mirror. Used by drivers to see the vehicle behind. ഇതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിയർ വ്യൂ മിറർ ആയിട്ട് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്നതാണ് കോൺവെക്സ് മിറർ. ഇനി ഇതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? ഡിമിനിഷ്ഡ് ഇമേജ് ഓഫ് ദ ഒബ്ജെക്റ്റ് ഈസ് ഒബ്റ്റെയിൻഡ്. Diminished means small size image. Wide field of view. ആ ബാക്കിൽ വരുന്ന വാഹനങ്ങൾ മാത്രമല്ല, അതിൻ്റെ ബാക്കിയുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വെഹിക്കിൾസിൽ റിയർ വ്യൂ മിററായിട്ട് യൂസ് ചെയ്യുന്നതാണ് കോൺവെക്സ് മിറർ. ദെൻ സെക്കൻഡ് വൺ, കോൺകേവ് മിറർ. ഷേവിംഗ് മിറർ, എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജ്. നമ്മൾ ഷേവിംഗ് മിററായിട്ട് കോൺകേവ് മിറർ യൂസ് ചെയ്യാനുള്ള പെക്യുലാരിറ്റി എന്താണ്? എബിലിറ്റി ടു ഫോം എൻലാർജ്ഡ് ഇമേജ്. ദെൻ ഒരു യൂസും കൂടി അതിൽ ഉണ്ട്, റിഫ്ലക്ടർ ഇൻ ടോർച്ച്. എബിലിറ്റി ടു റിഫ്ലക്റ്റ് ലൈറ്റ് ആസ് എ പാരലൽ ബീം. ഒരു പാരലൽ ബീമായിട്ട് നമുക്ക് ലൈറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ടോർച്ചിലൊക്കെ നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? കോൺകേവ് മിറർ യൂസ് ചെയ്യുന്നത്. ദെൻ പ്ലെയിൻ മിറർ. ടു സീ അവർ ഫേസ്. ഇമേജ് ദ സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ഒബ്ജെക്റ്റ്. ഒബ്ജക്റ്റിൻ്റെ അതേ സൈസുള്ള ഇമേജാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? പ്ലെയിൻ മിററിൽ കിട്ടുന്നത്. ടു മേക്ക് കെലിഡോസ്കോപ്പ് ആൻഡ് പെരിസ്കോപ്പ്. ഇപ്പോൾ കെലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും അതിൻ്റെ പെക്യുലാരിറ്റി എന്താണ്? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ ആണ് കെലിഡോസ്കോപ്പിലും പെരിസ്കോപ്പിലും ഇത് യൂസ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ് ആണ് ഒന്ന് പഠിച്ചത്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിറേഴ്സ്? കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ ആൻഡ് പ്ലെയിൻ മിറർ. ദെൻ ദ ഇമേജും അതിൻ്റെ പെക്യുലാരിറ്റിയും പഠിച്ചു. ഓരോ മിറേഴ്സും ഫോം ചെയ്യുന്ന ഇമേജസും അതിൻ്റെ പെക്യുലാരിറ്റി. ദെൻ അപ്പാരറ്റസ് പഠിച്ചു അല്ലേ? മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ യൂസ് ചെയ്തുള്ള രണ്ട് അപ്പാരറ്റസ് ആണ് പെരിസ്കോപ്പ് ആൻഡ് കെലിഡോസ്കോപ്പ്. പിന്നെ അതിൻ്റെ യൂസസ്, മിറേഴ്സിൻ്റെ യൂസസും അതിൻ്റെ പെക്യുലാരിറ്റീസും. ലെറ്റ് us wind up the class. See you in the next class.